നിങ്ങൾ ഇത്ര ചീപ്പാവാൻ പാടില്ലായിരുന്നു. അന്യന്റെ കുടുംബകാര്യത്തിൽ തലയിടുന്നതിന്റെ ചീപ്നെസ് എന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ണികൃഷ്ണൻ വലിഞ്ഞേറി വന്നതല്ല, ഞാൻ ക്ഷണിച്ചിട്ടാ വന്നത്. എന്റെ ബോസാണ് അയാള്. 24 മണിക്കൂർ ഈ വീട്ടിൽ ടി വി കാണല. എന്താന്ന് ആലോചിക്കും. മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ ഇവർ ഓഫ് ആക്കത്തില്ല. അത് 24 മണിക്കൂർ കിടന്ന് കറക്കും. ഫാൻ ഓണാക്കി ഓഫ് ആക്കത്തില്ല. ഇതൊക്കെ ഏത് വീട്ടിൽ നടക്കും? ഈ വീട്ടിൽ മാത്രമേ നടക്കത്തുള്ളൂ. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നടത്തത്തില്ലേ? എന്തായത്? ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നേക്കുന്നത് എത്രയെന്നറിയോ? 5650 രൂപ. ഇത് ആര് കൊടുക്കും? ഇതാര് കൊടുക്കുമെന്ന്? ഇതാര് കൊടുക്കും? അയ്യോ ചേട്ടനിപ്പോ ഒന്ന് ചായ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടേ. എടി ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്? പണ്ടാരം പിടിച്ചു. ഈ നശിച്ച സീരിയലുകൾ ഇവിടെ പറ്റത്തില്ല, മാറത്തില്ലേ? നല്ല സീനായിരുന്നു, മാറങ്ങോട്ട്. എന്റെ അച്ഛൻ ഇതൊന്ന് നിർത്താൻ പറ. അല്ലെങ്കിൽ ഇതിന്റെ ഓളി ഒന്ന് കുറയ്ക്ക്. ഓളിയം കുറക്കാൻ പാടില്ല, എനിക്ക് ചെവി കേട്ടൂടാ. ഓളിയം വേണം. അച്ഛൻ ഇതൊന്ന് നിർത്ത് പ്ലീസ്. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. നീ ഒന്ന് നിർത്താമോ? ഞങ്ങൾ ഇതൊന്ന് കണ്ടോട്ടെ. നീ ബുദ്ധിമുട്ടിക്കല്ലേ? ചേട്ടനിപ്പോ എന്താ വേണ്ടത്? എടി ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് എത്രയാണെന്നറിയോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? 5650 രൂപ. അത്രല്ലേ ഉള്ളു. അത് ആരടയ്ക്കും? ഇവിടുത്തെ കാരണവരെ അടക്കണം. കാരണവർ അച്ഛനല്ലേ? അച്ഛൻ അടയ്ക്കുവോ? ഞാൻ ഇത്രയും നരച്ചെന്ന് മാത്രമേ ഉള്ളൂ. നീയാണ് ഇവിടുത്തെ കാരണവര്. നീയല്ലേ പണിക്കോണാള്. നീ വഴിയെടുത്ത് അടക്കാം. ദൈവമേ, അവൻ വന്നടി. ഇന്നെന്തെങ്കിലും സംഭവിക്കൂടാ. അച്ഛനകത്തോണ്ട് ചൂടുവെള്ളം തിളച്ച് കിടപ്പുണ്ട്. അച്ഛനകത്തോട് കുളിച്ചേ. തിളച്ച് ചൂടുവെള്ളം. നീ എന്നെ എന്താണ് നീ കുഴിമന്തി അടിക്കാനുള്ള പരിപാടിയാണ് എന്നെ? അച്ഛനൊന്ന് കുളിക്കച്ഛ പോയി. എടാ ഞാനിതൊന്ന് കാണട്ടടാ. അച്ഛ വെള്ളം തിളച്ച അച്ഛൻ പോയി കുളിക്ക്. ഞാൻ പറയട്ടെ, വേറെ കാര്യമുണ്ട്. ഞങ്ങൾ ആ സീരിയൽ ഒന്ന് കണ്ടോട്ടെ. ഞാൻ ഇന്നലെ വന്ന സീരിയലാണ് റീടെലികാസ്റ്റ് ആയത്. രാത്രി നിങ്ങൾ രണ്ടുപേരും കണ്ടതായത്. ഇന്ന് വല്ല മാറ്റം ഉണ്ടെങ്കിലോ അതില്? ഇന്ന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അതിനകത്ത്. പ്രത്യേകിച്ച് നീ വെച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. മാറങ്ങോട്ട്. ഇതൊരു കഷ്ടമാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ മേടിച്ചു കൊടുക്കണം. ഇന്നത്തെ ബാറ്ററി എടുത്ത് മാറ്റില്ല, എന്നിട്ട് കേടായെന്ന് പറയാം. ഒരു ബാറ്ററി ഇട്ടാ മതി. അയ്യോ ടി വി കേടായി. അയ്യോ ടി വി കേടായി. ടി വി ഓണാകുന്നില്ല. ടി വി കേടായി. കണ്ടോ ഓണാകുന്നില്ല. ഇപ്പൊ ഇടി വെട്ടിയപ്പോ ഓണായതാ. ഇടി വെട്ടിയപ്പോ ഓണായതാ. ഇത് പോയതാ. ഇടി വെട്ടിയപ്പോ കറണ്ട് പോയതാ. ഇടി വെട്ടിയപ്പോ കേടാ. ഇപ്പൊ ഇടി വെട്ടി. ഞാനൊന്നും കേട്ടില്ലല്ലോ. സൈലന്റ് ഇടിയായിരുന്നു. സൈലന്റ് മിന്നല് മാത്രം. ഒറ്റ മിന്നല് ടി വി കേടാവും കൂടായിരുന്നു. അപ്പൊ ഇനി കാണാൻ പറ്റൂല. ഇനി കാണാൻ പറ്റത്തില്ല. പോയി കാണാൻ പറ്റത്തില്ല മോളെ. ദൈവമേ കേടായല്ലോ. സന്തോഷം. സന്തോഷം. ചേച്ചി 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 എന്ത് പറ്റിയെന്ന്? ഹലോ എടാ, നമ്മുടെ ആ തുളസി ചേച്ചിയുടെ അച്ഛനില്ലേ ബാബുച്ചേട്ടൻ, പുള്ളി പോയി. ടൂർ പോയെന്നല്ലെന്ന്. പുള്ളി തീർന്ന് മരിച്ചുപോയി. അപ്പൊ ക്ലബിലെ പിള്ളേരെ വിളിച്ചു വെച്ചിട്ട് 2 റീത്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. എല്ലാം ഓക്കെ. പെട്ടെന്ന് തന്നെ വരാനുള്ള സെറ്റപ്പ് ചെയ്തോ. ചേച്ചി ചേച്ചി എന്താ പോയത് പോയി, ഒന്നും തിരിച്ചു വരത്തില്ല ചേച്ചി. പിന്നെ ഒരു കാര്യം ചേച്ചി, ഇപ്പൊ പറയാമോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുവാണ്. ചേച്ചിയുടെ അച്ഛനില്ലേ കഴിഞ്ഞ ആഴ്ച എന്റെ 5000 രൂപ വാങ്ങിച്ചായിരുന്നു. അത് എന്തിനാണെന്ന് അറിയില്ല, അത്യാവശ്യമാണെന്ന് പറഞ്ഞ് മേടിച്ചാണ്. അതിപ്പോ തരണ്ട. ഈ ചേച്ചിയുടെ അച്ഛൻ. എനിക്കറിയത്തില്ല. ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡ് പിന്നെ അറിയത്തില്ല. ചേട്ടൻ പറയാ ഇടിവെട്ടേറ്റതാന്ന്. നിങ്ങൾ ഈ ടി വി പോയ കാര്യം പറഞ്ഞത്? വിചാരിച്ച് വേറെ എടാ ഒരു മെക്കാനിക്കിനെ ഒന്ന് റെഡിയാക്കി. ടിവിയുടെ കാര്യമല്ലേ, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഒരു അടിപൊളി മെക്കാനിക് എന്റെ അടുത്തുണ്ട്, ഞാൻ ആളെ പറഞ്ഞു വിട്ടേക്കാം. ഹലോ, ഇലക്ട്രോണിക്സ് അല്ലേ നമ്മുടെ സുധാരഞ്ജനില്ല, അവിടെ ടി വി ഇങ്ങനെ ആയി പോയത്. അവനെ എപ്പ ഞാൻ ഇവിടെ മുമ്പിൽ നിന്നാലും അവന് തൊടുങ്ങും. അപ്പ വേഷം കെട്ട് അത് ഇനി ഒന്നും ചെയ്യാൻ നിൽക്കട്ടെ. അത് കേടായതല്ലേ. ദൈവം, വൈകുന്നേരത്തേക്ക് മുമ്പ് ഒരാൾ വന്നാൽ മതിയായിരുന്നു.
ആര് വിളിക്കണ? എന്നെ ആരും വിളിച്ചില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി പറഞ്ഞു? നീ ഏതാണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാ വിളിക്കണത്? ആരാ ചെയ്ത്? ആ അപ്പൊ വിളിച്ചില്ലേ? ഇല്ലെന്നേ. സോറി, ഞാൻ ഒരു TV നന്നാക്കാനുണ്ടെന്നും പറഞ്ഞ് എന്നെ ഒരാൾ വിളിച്ചായിരുന്നു. അപ്പൊ വീട് മാറിപ്പോയതാ. അയ്യോ ചേട്ടാ, ഇത് തന്നെ വീട്. കാത്തിരിക്കായിരുന്നു. പിന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ ടെൻഷൻ പുറത്തേ ഞാൻ പെൻഷൻ മേടിക്കുന്നെങ്കിൽ ഞാൻ എന്ത് വേണം? ചേട്ടാ ഞങ്ങളാ വിളിച്ചത്. ടി വി നന്നാക്കാൻ വേണ്ടി വന്നതല്ലേ? ഇത് നോക്കി നിൽക്കാണ്ട് പുള്ളിക്ക് വെള്ളോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്കും. ചേട്ടാ കുടിക്കാൻ എന്താ വേണ്ടത്? ചായ വേണോ, കാപ്പി വേണോ, ബൂസ്റ്റ് വേണോ, ഹോർലിക്സ് വേണോ, അല്ലെങ്കിൽ തണുത്ത എന്താ ജ്യൂസ് എടുക്കട്ടെ? അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇത്രയും സാധനങ്ങൾ വേണോന്ന് ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, എല്ലാം എടുത്തോളൂ. ആവശ്യം വരും, ഞാൻ കുടിച്ചോളാം. നമ്മുടെ പേരെങ്ങനെ? നമ്മുടെ പേരെന്താണെന്ന് അറിയത്തില്ല. എന്റെ പേര് എഡിക്സൺ. എഡിസൺ? ബൾബ് കണ്ടുപിടിച്ച എഡിസൺ ആണ്? അത് ഞാനല്ല. ബൾബ് ഞാൻ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അതിന് ആശാന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറിവിളിയും കേട്ടിട്ടുണ്ട്. ആ എഡിസൺ അല്ല. നമ്മുടെ പേരെന്താണ്? എന്റെ പേര് ബാബു, ബർമ്മ ബാബു. ബർമ്മ ബാബു? ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ബർമ്മയിലായിരുന്നു കുറെ കാലം. അതുകൊണ്ടാണ് നാട്ടുകാരെന്നെ ബർമ്മ ബാബു ബർമ്മ ബാബു എന്നാ വിളിക്കുന്നത്. കുടിക്ക്. അല്ല, മുമ്പേ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു. ഇത് പക്ഷേ ഒരെണ്ണേ ഉള്ളൂ. അല്ല, അതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി എല്ലാം ഇതിനകത്തുണ്ടല്ലേ? പിന്നെ പെട്ടെന്ന് TV നന്നാക്കണം, വൈകിട്ട് സീരിയൽ കാണാനുള്ളതാണ്. ഞാനെടുത്ത് കുടിച്ചാൽ ഈ മൂക്ക് പുത്തിയെ കുടിക്കും. കാരണം എന്താ അറിയോ? ഇതിന്റെ രൂക്ഷഗന്ധം എനിക്ക് പിടിക്കത്തില്ല. ചില നമുക്ക് TV ഒന്ന് നോക്കണം. ഓക്കെ, TV ശരിയാക്കി തരാം. എന്ത് ചെയ്യാൻ? കടയിൽ കൊണ്ടുപോകണം. കടയിൽ കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുപോയി ശരിയാക്കാം. അത് വേണ്ട, അത് പറ്റില്ല. നിങ്ങൾ മെക്കാനിക്കാരുടെ ടെക്നിക്ക് ഒന്നും എന്റെ അടുത്ത് വേണ്ട. അയ്യോ, ഞാൻ മെക്കാനിക്കല്ല. പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. ആയിക്കോട്ടെ. ഇതേ ബർമേന്ന് ഞാൻ കൊണ്ടുവന്ന TV ആണ്. അതെയോ? ഇതിന്റെ അകത്തിരിക്കുന്നത് മുഴുവൻ ഈ ജപ്പാന്റെ സാധനങ്ങളാണ്. ജപ്പാന്റെ സാധനം? നിങ്ങൾ ഇത് അവിടെ കൊണ്ടുപോയി റിപ്പയർ എന്ന് പറഞ്ഞ് അയച്ചിട്ട് ഇതിനകത്ത് ചൈനയുടെ സാധനം കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വിടാനില്ല. അത് പറ്റില്ല. ഇവിടെ ഇരുന്ന് ശരിയായിക്കോ, അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് ശരിയാക്കണം? ഇവിടെ ഇരുന്ന് ശരിയാക്കണം. ശരിയാക്കി തരികയാണ്. അതെ. അല്ല, ഞാൻ ഈ TV എടുത്തോണ്ട് ചെല്ലാനാണ് ഞാൻ വന്നത്. അത് പറ്റില്ല, ഇവിടെ ഇരുന്ന് ശരിയായി. പെട്ടെന്ന് വന്നപ്പോ ഞാൻ ഈ ടൂൾസ് ഒന്നും എടുത്തില്ല. അല്ല, ചേട്ടൻ മെക്കാനിക് അല്ലേ? അല്ല, അത്യാവശ്യം ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ചേട്ടനും നന്നാക്കി കൂടെ? പക്ഷെ കടയിൽ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അവിടെ നിൽക്കട്ടെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ടൂൾസ് വേണോ? ഞാൻ ടൂൾസ് ഒന്നും ഇല്ലാതാണ് വന്നത്. ഞാൻ അത്യാവശ്യം വേണ്ട ടൂൾസ് ഒക്കെ ഞാൻ തരാം. ഇവിടെ സാധനങ്ങൾ ഉണ്ടാവും. അല്ല, പിന്നെ അപ്പുറത്തിരിപ്പുണ്ടേ. അത് ഞാൻ എടുത്തോളാം. ഒരു മിനിറ്റ്. നിനക്ക് ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഹലോ, രവിയണ്ണ, സംഭവം കുഴഞ്ഞെന്നാ തോന്നുന്നേ. എന്നോട് TV എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് അവരിപ്പോ പറയുന്നത് TV തന്നു വിടത്തില്ല, ഇവിടെ നിന്ന് പണിയണമെന്ന്. ഞാനിപ്പോ എന്ത് ചെയ്യും? ശരി, അടിച്ച കംപ്ലൈന്റ് എന്താന്ന് നോക്കാം. അത്യാവശ്യം വേണ്ട സ്ക്രൂ ഡ്രൈവറും സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അല്ല, ഇത് ബർമേന്ന് കൊണ്ടുവന്ന ഇതല്ലേ? അതെ അതെ അതെ. അപ്പൊ വാറന്റിയുടെ പ്രശ്നമുണ്ട്. ഇല്ല, വാറണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണം. നീ അത് ചെയ്തോ. നീ വാറണ്ടി? ഏത് വാറണ്ടി? വാറണ്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, വാറന്റിയുടെ പ്രശ്നമുണ്ട്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും നോക്കണ്ട. ഇത് 5 വർഷം. ചേട്ടന് പണി അറിയാലോ. ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ പിന്നെ ചേട്ടനെ നന്നാക്കി കൂടെ? എന്നാ പിന്നെ കടയിൽ കൊണ്ടുപോകാം. നിന്നോട് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരുന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കടയിലേക്ക് കൊടുത്തേക്കില്ല. നീ ഇവിടെ നിന്ന് ശരിയാക്കുന്ന ഇത്. എനിക്ക് ഇച്ചിരി സമാധാനം താ. എന്നാ നമ്മൾ ഇത്തിരി മാറിലേക്ക്. അവൻ എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. കാണിക്കുന്നത് ഡാൻസ് കളിക്കണം. എന്റെ ചേട്ടാ, ഇത് വെച്ച് അഴിക്കണേന് ചേട്ടൻ ഇങ്ങനെ കാണിക്കണേ എന്തിനാ? ഇങ്ങനെ അല്ലേ കാണിക്കേണ്ടത്? നിങ്ങൾ ഉണ്ടാക്കുന്ന അത് കൊള്ളാം. ഞാൻ ചെയ്യുന്ന ഒന്നും അങ്ങോട്ട് പിടിക്കുന്നുമില്ല. എന്നെ പഠിപ്പിക്കാനൂടെ വരുവാണ്. എന്നാ പിന്നെ നിങ്ങൾ ശരിയാക്ക. ചേട്ടൻ ചെയ്തോ? നീ മെക്കാനിക്കാണ്, ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. അന്നേ ചേട്ടാ വന്ന് കടയിൽ കൊണ്ടുപോവാ. നിന്നോട് ഞാൻ പറഞ്ഞു ഈ സാധനം ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ലെന്ന്. നീ ഇവിടെ ഇട്ട് നീ പണിയണേ. അടുത്ത സീരിയലിന് മുമ്പ് ഈ സാധനം നന്നാക്കി തന്നെ. ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് എന്തായാലും സീരിയൽ കാണാനുണ്ട്. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നമുക്ക് മാറിക്കാം. വെറുതെ വിളിച്ചു വരുത്തിട്ട് വേഗോട്ടെ. നീ അതഴിച്ച അതിന്റെ കംപ്ലൈന്റ് കാണിച്ചാൽ ഞാൻ കണ്ടുപിടിക്കാം. കംപ്ലൈന്റ് കണ്ടുപിടിച്ചാൽ മതി. നീ വേറെ പണിയാനൊന്നും നിൽക്കണ്ട. ഇവൻ
പല്ല് കേൾക്കണമല്ല. ഇനി ഗുളിക കഴിച്ചിട്ട് എപ്പോഴാണ് ശരിയാവണത്? അച്ഛാ അച്ഛാ അത് പല്ലിനല്ല, അയാൾ കരണ്ടടിക്കുമെന്ന് തോന്നുന്നു. കരണ്ടടിക്കുമെന്ന് തോന്നുന്നു. എന്താണ് പറയുന്നുണ്ട്? Blood test. സംപൂജ്യരെ കലാസ്നേഹികൾ, ഈ ജൂൺ ആദ്യവാരം മുതൽ തിരുവനന്തപുരം രക്തസാക്ഷി തിയേറ്റേഴ്സ് അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു ഡേവിഡ് നിനക്കും കോവിഡ്. ചെറിയൊരു പണിയുണ്ട്. ടിവിക്ക് എന്താ പ്രശ്നം? ഓക്കെ ആയി. ഇപ്പൊ സാധനം സെറ്റായി. വേറെ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? നമുക്ക് ഇതൊന്നും അഴിക്കണത് ഇതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കണം. ഞാൻ അടിക്കണമെന്നോ? ആ ചേട്ടാ, ഇത് ചേട്ടൻ ബർമേന്ന് കൊണ്ടുവന്ന സാധനമല്ലേ? അതെ. ഇതിന് വാറന്റിയുടെ പ്രശ്നമുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ ഒരു മെക്കാനിക് അല്ലേ? ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. അന്നൊന്ന് നന്നാക്കി താ ചേട്ടാ. എന്നാ പിന്നെ നമുക്ക് കടയിൽ കൊണ്ടുപോകണം. വെക്കണം അവിടെ. നിങ്ങൾ ഇത് അഴിച്ചു തരാമെങ്കിൽ ഞാനിത് എന്തെങ്കിലും ചെയ്തു തരാം. കംപ്ലൈന്റ് കണ്ടുപിടിക്കും. എന്റെ അച്ഛനൊന്ന് അതൊന്ന് അഴിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാടി. അഴിച്ചോട്. അഴിച്ചു കഴിഞ്ഞാൽ നീ കംപ്ലൈന്റ് കണ്ടുപിടിച്ചോളൂ. ആ, ഞാൻ കണ്ടുപിടിക്കും. ഇതൊന്നും വേണ്ടായോ? എനിക്കതൊന്നും വേണ്ട. സാധനം ഞാൻ അഴിച്ചു നീക്കിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് വൈകിട്ട് സീരിയൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലടി, ഇനി ഞാനിപ്പോൾ അഴിച്ചു തന്നിട്ടുണ്ട്. ഇനി നീ ഇതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കും. ആവട്ടെ. ഇതിങ്ങനെയായിരുന്നു അഴിക്കുന്നത്? ആ, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ അഴിച്ചു വെച്ചല്ലോ. അതൊന്നും പറഞ്ഞു തരണ്ട. അന്ന് ഞാൻ അഴിക്കത്തില്ല. ഇപ്പൊ അങ്ങനെയാ? ദാ. അപ്പൊ അതാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ദാണ്ട കംപ്ലൈന്റ് കണ്ടുപിടിച്ച്. ഇത് കണ്ട, ഇത് കണ്ട, ഇത് പല്ലിയാ? പിന്നെ ഇത് പല്ലിയല്ല, പുലിയാണ്. ഇത് പല്ലിയാണ്. ആ, പല്ലിക്ക് എന്താ കുഴപ്പം? ഇതാണ് കംപ്ലൈന്റ്. ഇതെങ്ങനെ complaint ആവും? ഇതാ യൂട്യൂബിന്റെ മുമ്പിൽ ഇങ്ങനെ കയ്യും. യൂട്യൂബാ? സൈക്കിൾ ട്യൂബ്. സൈക്കിൾ ട്യൂബാ? വാൽ ട്യൂബ്. പിക്ചർ ട്യൂബ്. ആ, പിക്ചർ ട്യൂബ്. ആ പിക്ചർ ട്യൂബിന്റെ മുമ്പിൽ ജയന്റെ കുട്ടിക്ക് ഇങ്ങനെ ഞെളിഞ്ഞു കറിയുന്ന പിന്നെ എങ്ങനെ പടം കാണും? ശ്ശെ, എന്റെ അതാണ് അതിന്റെ കംപ്ലൈന്റ്. അതായിരുന്നു. അച്ഛാ, സമയം കളയാതെ അച്ഛൻ പോയി കഴിച്ചേ. വാ, ഞാൻ പോയി ചെല്ലു പോ. കഴിച്ചിട്ടില്ല. എന്നാ പിന്നെ വല്ലതും കഴിച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞു. എന്ത് കഴിക്കാൻ? വാ അച്ഛാ, കഴിക്കാം. അച്ഛൻ അച്ഛന്റെ പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ ഗുളിക കഴിക്കാൻ പോവും. ചേട്ടന് വേണം ഗുളിക? ഗുളിക കഴിക്കാൻ വിളിച്ച? ആ, എനിക്കെന്തിനാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ അച്ഛൻ ഈ ഗുളിക എത്ര കാലമായിട്ട് കഴിക്കുന്നുണ്ട്? ഒരു 10-15 വർഷമൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. 10-15 വർഷമായിട്ട്. ഈ ഗുളിക കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ആ, പിന്നെ ഞാൻ എപ്പോഴും കയ്യിലെടുത്ത് കൊടുക്കാറുണ്ട്. കയ്യിലെടുത്ത് കൊടുക്കാറുണ്ട്. ഈ ടി വി എങ്ങനെയാണ് കംപ്ലൈന്റ് ആയതെന്ന് അറിയാമോ? അതറിയാനല്ലേ ചേട്ടനെ വിളിച്ചത്. അച്ഛൻ ഈ ഗുളികയെല്ലാം ഇതിനകത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. കണ്ട, പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ ഗുളികയാണ്. ഇങ്ങനെ ഇത് കഴിക്കുന്നില്ല. അങ്ങനെ പ്രാന്തായിട്ടാണ് എന്നോട് ഈ ചൂടാകുന്നത്. കണ്ടോ? അച്ഛാ, ഓ, ഇങ്ങോട്ട് വന്നേ. അച്ഛൻ നല്ല പണിയാണ് കേട്ടോ അച്ഛൻ കാണിക്കുന്നത്. ഞാൻ എന്ത് കാണിച്ചു? എത്ര രൂപ വിലയുള്ള ഗുളികയാണ് മേടിച്ചു തരുന്നത്. അതിന് അച്ഛൻ എന്താ കഴിക്കാതെ ഈ ടി വിയുടെ അകത്ത് കൊണ്ടുവന്നിടുന്നത്? ഞാൻ കഴിച്ചല്ല. നോക്കിയത് കഴിച്ചെന്നാ നോക്ക്. ഇതാ ടി വിയുടെ അകത്ത് കിടന്നതാ. ഇതാര് പറഞ്ഞു? ഇത് ഈ ചേട്ടനാ കണ്ടുപിടിച്ചത്. എടാ, ഇത് കപ്പാസിറ്ററാണ്, അല്ലാണ്ട് ഗുളികയല്ലത്. ആ, ഇത് കപ്പാസിറ്ററാണ്. ഇതെല്ലാം 2 എണ്ണം എനിക്ക് തരൂ. എന്തിനാണ്? എനിക്ക് തീരെ കപ്പാസിറ്റി ഇല്ല എന്നാണ് കൂട്ടുകാർ പറയുന്നത്. 2 എണ്ണം അടിക്കുമ്പോൾ അപ്പോഴേ അങ്ങ് പ്ലാഞ്ചും. ഇതുണ്ടെങ്കിൽ നല്ല കപ്പാസിറ്റി. നീ ചത്തു അതൊക്കെ കഴിച്ചു കഴിഞ്ഞാല് സത്യം പറ. എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛാ. എനിക്ക് അറിയില്ല അച്ഛാ, പണി അറിയത്തില്ല. അച്ഛൻ ഒന്ന് ചോദിച്ചു നോക്കിയേ, ഇയാളത് എവിടുന്നാ പഠിച്ചതെന്ന്. ഞാൻ ചോദിക്കാം, സത്യം പറ. നീ മെക്കാനിക്കാണോ? ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. ഇന്നത് പണി കടയിൽ കൊണ്ടുകൊണ്ട് വരും. വെക്കാവിടാ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞേ. നീ എവിടെ നിന്നാടാ ഇലക്ട്രോണിക്സ് ഓടിച്ചത്? പൂന. പൂനെ? പൂനെ? പൂനെയിലെവിടാ? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കണം? ആര്? അവിടെ എല്ലാ വിഷയം പഠിപ്പിക്കുന്നത്. ആര് പഠിപ്പിക്കണം? സത്യം പറടാ. പൂനെയിലാണോ നീ പഠിച്ചത്? ഗോവ. ആ, ഗോവയിലെവിടാ? ഗോവ ഫിലിം ഫെസ്റ്റിവൽ. അതവിടെ നടക്കല്ലേ ഇപ്പോ? നടക്കട്ടെ. അല്ല, അത് തമ്മിൽ എന്താണ് ബന്ധം? പണി പഠിക്കാമല്ലോ. ചേട്ടാ സത്യം പറ ചേട്ടാ, ചേട്ടന് മെക്കാനിക് ആണോ ചേട്ടൻ? ഞാൻ ഇലക്ട്രോണിക്സ് ആണ് കുട്ടി. എന്നാ പണി ചേട്ടാ. കടയിലോട്ട് കൊണ്ടുപോവാം. സത്യം പറ. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? ഓമനക്കുട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഓമനക്കുട്ടൻ? വൈദേഹിയുടെ പിതാവ്. അയാളുടെ ഓട്ടോറിക്ഷയുടെ പേരും വൈദേഹി എന്നാണ്. മോടെ പേരായിട്ടൊക്കെ. വൈദേഹിയല്ല, വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുതിയുടെ. വൈദ്യുതിക്കൊക്കെ പിതാവുണ്ടെന്ന് ഞാൻ എങ്ങനെയാണോ അറിയുന്നത്? ഞാൻ തിരക്ക് നടക്കണോ? വൈദ്യുതിക്കൊക്കെ എങ്ങനെയാണ് പിതാവ്? നിനക്ക് ഫാരഡേ അറിയോ? ഓ,
പാരഡി അറിയാം, അത് എഴുതുന്ന ആളെ അറിയാം, പാടുന്ന ആൾക്കാരെ അറിയാം. നാദൃഷ്ട ഒരു പ്രശസ്തനായ പാരഡി എഴുത്തുകാരനും ഗായകനുമാണ്. അതല്ല മൈക്കിൾ ഫാരഡേ. മൈക്കിൾ കൂടിയാണ് ഈ പാരഡി പാടുന്നതല്ല. മൈക്കില്ലാതെ ആരെങ്കിലും പാരഡി പാടും? സത്യത്തിലൊരു കാര്യം ചെയ്യട്ടെ. എന്താ? ചേട്ടൻ മെക്കാനിക് ആണോ? ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. ആണ്. അപ്പൊ ചേട്ടന് നന്നാക്കി തരാൻ പറ്റുമോ? വരൂ, കടയിലേക്ക് പോകും. നിന്നോട് ഞാൻ പറഞ്ഞ ആ സാധനത്തുമ്പോ തൊടരുത്തുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ അത് നന്നാക്കണ്ട. നീ അതൊന്ന് ചേട്ടൻ ഒന്ന് അടച്ചു വെക്കാൻ പറ്റുമോ? എന്റെ മരുമോൻ ഇപ്പൊ വരും, അതിനു മുമ്പ് നീ അതൊന്ന് പൂട്ടി വെക്കാൻ പറ്റുമോ? അടച്ചു വെച്ചാൽ മതി. മതി. ദേ ഇരിക്കണ സാധനം ഇതൊന്നും പറഞ്ഞാ പോരെ? അടച്ചു തരാം. എന്റെ ദൈവം, ഇത് എന്ത് ഇല്ല, കഷ്ടം. ഭയങ്കര queue ആയിരുന്നു. ഞാനത് റെഡിയാക്കി അടച്ച് ഒരു വിഷയമില്ല. അടച്ചു കേട്ടോ. അടച്ചിട്ടില്ല, അടക്കാൻ പോണുള്ളൂ. അടച്ചു. 5650 രൂപ ഉണ്ട്. ഇല്ല, ഇവിടെ അടക്കാൻ പോണുള്ളൂ, ആളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതല്ലെന്ന് കറണ്ട് ബില്ല് 5550 രൂപ അടച്ചു എന്ന് പറഞ്ഞു. 650 രൂപ. അണ്ണാ, ഭയങ്കര ക്യൂ ആയിരുന്നു. അണ്ണാ, അതാരാ? കുറച്ച് ഗ്യാപ്പ് ഇവിടെ വരും. എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടങ്ങ് മറച്ചാൽ മതി. എന്താണ് കോഴിക്കൂടാ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് മറക്കാനായിട്ട്? എന്ത് കാണിക്കുന്നേ? അത് പിന്നെ ചേട്ടാ, നമ്മുടെ TV കേടായി പോയി. ഇടി TV കേടായിട്ടില്ല. അയ്യോ, TV കേടായില്ല. ഇല്ല ചേട്ടാ, കേടായി. മോനെ TV കേടായടാ. ഇനി വൈകുന്നേരത്തെ എപ്പിസോഡ് ഞങ്ങൾ എങ്ങനെ കാണൂടാ? ചിരിപ്പിക്കല്ലേ, TV കേടല്ല. ഈ കേടായി പോയി മോനെ. കേടായി ചേട്ടാ. മോനെ, ഇത് ആരോട്? ഇത് കണ്ടോ, റിമോട്ടിനകത്ത് ബാറ്ററി ഞാൻ ഊരി മാറ്റി. നിങ്ങൾ 24 മണിക്കൂർ സീരിയൽ കാണുന്നതിന് ഞാൻ മാറ്റിയതാ. TV കേടല്ല. TV കേടല്ലേ? TV കേടല്ല. ഒറ്റ അടിവെച്ച് ഓ, എടോ, TV കേടല്ല. ടിവിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. TV കേടല്ല. ടിവിക്ക് ഒരു കുഴപ്പമില്ല, അതെങ്ങനെയാലും പൊടി വെച്ചാ മതി. അതെന്താ അടിപൊളി വെച്ചാൽ മതി. TV കേടല്ല. TV കേടാണ്. അല്ലല്ല, TV കേടല്ല. ഒരു കുഴപ്പമില്ല. ഞാനിത് ബാറ്ററി ഊരി മാറ്റിയതാണ്. TV കേടല്ല. നോ. TV കേടാണ്, റിമോട്ട് കേടല്ല. ഞാനിവിടെ വരുന്നിടം വരെ TV കേടല്ലായിരുന്നു. ഞാനിവിടെ വന്നു, ഇവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് ഈ TV അഴിപ്പിച്ചു. ഇപ്പൊ TV കേടാണ്. അപ്പൊ ചേട്ടൻ ഇത്ര നേരം ചെയ്തതാ? അപ്പൊ ചേട്ടൻ മെക്കാനിക് അല്ലേ? ഞാൻ ഇലക്ട്രോണിക്സ് ആണ്.